ആര്യന്റെ കൂർമ്മ ബുദ്ധിയിലുദിച്ച ഉഡായിപ്പ് മനസ്സിലാക്കാതെ അനുമോളും ആദിലയും ഇപ്പോൾ കിച്ചണിൽ കയറി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോണ്ടിരിക്കുവാണേ. അക്ബർ കാക്ക കുറച്ചു മുമ്പ് ഒരു ഡയലോഗ് അടിക്കുന്നത് കേട്ടു. അതായത് നമ്മുടെ ഷാനവാസിക്കയുടെ പ്രശ്നമുണ്ടല്ലോ, ഷാനവാസിക്ക വയ്യാതായി ആശുപത്രിയിലായിരിക്കുന്ന ആ ഒരു പ്രശ്നം അനുമോളും ആദിലയും നൂറയും കൂടെ അവരുടെ ഗുണത്തിന് വേണ്ടി ആ ഒരു ടോപ്പിക്ക് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് അവരുടെ ഗുണത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഷാനവാസിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല എന്ന് കുറച്ചു മുമ്പ് നമ്മുടെ അക്ബർ കാക്ക പറയുന്നത് കേട്ടു. നിങ്ങൾ ആരെങ്കിലും അതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക നിങ്ങളുടെ അഭിപ്രായം ആ വിഷയത്തിൽ. അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ, ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞ നിർത്തിയോടത്തുനിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യത്തിലേക്കൊക്കെ പോകാവേ. അതായത് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് 7 അത് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത്, അതായത് 8 പോയിന്റ് കിട്ടിയിരിക്കുന്നത് നൂറയ്ക്കാണ്. നൂറയ്ക്ക് ഒരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. ഗംഭീര ഗെയിമറാണ്. ടാസ്ക് അത് ഗംഭീരമായിട്ട് നൂറ അങ്ങ് കയ്യിൽ ഒതുക്കുന്നുണ്ട്. കൂടാതെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ലൈവിലും ഒക്കെ നൂറ് അത്യാവശ്യം കറക്റ്റ് പോയിന്റുകൾ പറഞ്ഞ് നല്ല ഒന്നാന്തരം ഗെയിം അടിച്ച് അണ്ണാക്കി കൊടുക്കുന്നുണ്ട് ആര്യനൊക്കെ. ആര്യന്റെ മാനിപ്പുലേഷനിൽ നമ്മുടെ അനുമോളും ആദിലയും വീണിട്ട് കിച്ചണിൽ കയറി പാത്രം കഴുകുന്നുണ്ട്. നൂറ് അപ്പോഴും ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല എന്നും പറഞ്ഞ് മാറി ഇരിപ്പുണ്ട്. സമ്മതിച്ചു കൊടുക്കണം ആ കൊച്ചിന്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമാണ്, ഇന്നിപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞ് കാണുമായിരിക്കും. അപ്പോൾ നൂറ ഈ ആഴ്ച പുറത്ത് പോകരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. നമുക്കറിയത്തില്ല എന്ത് സംഭവിക്കാം, കാരണം നൂറ സ്ട്രോങ് ആയി വരുന്നുണ്ട്. നൂറ സ്ട്രോങ് ആയിരുന്നു, ഇടയ്ക്കൊന്ന് ഡൗൺ ആയി. നൂറ ഡൗൺ ആയ സമയത്ത് ആദിലും ഒന്ന് പൊങ്ങി വന്നതാ. ഇപ്പൊ വീണ്ടും നൂറ നല്ല ഗംഭീരമായിട്ട് കളിച്ച് കയറി വരുന്നുണ്ട്. നൂറ ആയിരിക്കാം മിക്കവാറും ഈ ടിക്കറ്റ് ടു ഫിനാലയിൽ. ഇനിയിപ്പോൾ ഒരു ടാസ്കും കൂടെ ഇപ്പൊ നടക്കാൻ പോകുന്നുണ്ട്, അതിനുവേണ്ടി അവിടെ ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ആ ടാസ്കും കൂടെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടാൻ സാധ്യതയുള്ളത് നൂറയ്ക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലെ വിന്നറായിട്ട് നൂറ വരും. ഡയറക്റ്റ് ഫിനാലയിലേക്ക് നമ്മുടെ നൂറയ്ക്ക് ചെല്ലാൻ സാധിക്കും. പക്ഷെ അതിന് ഇന്ന് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ അവിടെ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഷൂട്ടിൽ നൂറ എസ്കേപ്പായി, അതായത് എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഗംഭീര ഗെയിമറാണോ, അവരൊക്കെ ഫൈനൽസിൽ എത്തണം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ നെവിൻ, അക്ബർ, ആര്യൻ, സാബുമാൻ ഇവര് 4 പേരും കൂടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. നെവിൻ ഇരുന്നങ്ങ് ദുഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ദുഷിക്കുന്ന പോട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്, ആ വയ്യാതെ പോയിരിക്കുന്ന ഷാനവാസിനെ ഇപ്പോഴും ഇരുന്ന് ദുഷിച്ചുകൊണ്ടിരിക്കുക. ഇവൻ മനുഷ്യനാണോ എന്നൊരു സംശയം. ഗെയിം ഒക്കെ ആയിക്കോട്ടെ, ഗെയിമൊക്കെ കളിച്ചോട്ടെ, തോന്നിയത് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയട്ടെ, അവൻ വഴക്കുണ്ടാക്കുക, പിടിക്കുക, ആയിക്കോട്ടെ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഏറ്റവും അവസാനം ഒരു മനുഷ്യത്വപരമായിട്ടൊന്നിരുന്ന് സംസാരിച്ചുകൂടെ അവന്? അയാൾ ആശുപത്രി കിടക്കുമ്പോൾ പോലും ഇപ്പോഴും ഇരുന്ന് അയാളെ ദൂഷിച്ചുകൊണ്ടിരിക്കുക. ആ അനുമോളെ എന്തൊക്കെയാണ് ഇവൻ പറയുന്നത്? എന്തിനാണ് ഇത്രയും ഇവനിങ്ങോട്ട് അനുമോളോട് ഇത്രയും അങ്ങോട്ട് ദേഷ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ വല്ല മുറിച്ച് കളഞ്ഞു അനുമോള്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അത്രയ്ക്ക് വന്ന് കഴിഞ്ഞ ടാസ്കുകളിലും ഒക്കെ അവൻ്റെ ദേഷ്യം കാണിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ബോൾ വലിച്ചെറിയുമ്പോഴും ഒക്കെ. ഇപ്പോഴും കുറച്ച് മുമ്പ് അവൻ പറയുന്നത് കേട്ടു, എൻ്റെ ഫോണിൽ നിന്ന് ഈ അനു എന്ന് പേരുള്ള എല്ലാവരെയും ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും, ഒരാളെയും ഞാൻ ഇടത്തില്ല, എന്നെന്ന് പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ ഉദ്ഘാടനത്തിനൊക്കെ പോവുകയാണെങ്കിൽ ആ ഉദ്ഘാടനത്തിനൊക്കെ ഞാൻ ചെന്നിട്ട് ചിലപ്പോൾ മൊട്ട വലിച്ചെറിയും എന്നൊക്കെ ഇവൻ പറയുന്നത് കേട്ടു. ഇവന്റെ വിചാരം അവിടെ ഇരുന്ന് പറയുന്നത്, എനിക്ക് നിവിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, വെറുതെ ഒരു ഗെയിമിന് മാത്രം ഇവന്റെ വായിൽ നിന്ന് ചുമ്മാ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി മാത്രം ഇവൻ പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവന്റെ മനസ്സിലുള്ള കാര്യമാണ് ഇവൻ പുറത്തേക്ക് ഇങ്ങോട്ട് ഛർദ്ദിച്ചു വിടുന്നത്. സോ ശരിക്കും ഇവൻ ഇങ്ങനെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് നെവിൻ. പുറത്തോട്ടിറങ്ങി വന്നിട്ട് ഇവൻ ഈ പറയുന്ന കണക്കൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ ചെന്ന് ചീമൊട്ട ഇറങ്ങി കഴിഞ്ഞാൽ മിക്കവാറും മോൻ വീട്ടിൽ കിടന്ന് നൈസായിട്ട് ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള കോണമാണ് ഇവന്റെ ശരിക്കുള്ളതെങ്കിൽ. പിന്നെ നമ്മുടെ ഷാനവാസിനെ അനുമോളെ ഇരുന്ന് ദുഷിപ്പാണ്. എന്തിനാണ് ഇവർ ഇത്ര ദുഷിപ്പ് കാണിക്കുന്നത് എനിക്കറിയത്തില്ല. എന്നിട്ട് പറയുന്നുണ്ട് മസ്താനിയാണ് അനുമോളെക്കാട്ടിലും ഭേദം. മസ്താനി എന്തൊക്കെയാണെങ്കിലും അവളുടെ വായിൽ നിന്ന് വീഴുന്നത് ഇത്ര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, കുറച്ചുകൂടെ നീറ്റ് ആയിരുന്നു, ഡീസന്റ് ആയിരുന്നു എന്നൊക്കെ ഇവരിത് പറയുന്നത് കേട്ടു. ലിറ്ററലി എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഇവൻ അങ്ങോട്ട് വെറുപ്പ്, അനുമോളോടുള്ള വെറുപ്പ് പുറത്തേക്ക് തള്ളുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. കൂടെ പിടിക്കാനായിട്ട് നമ്മുടെ ആര്യൻ മോനും ഉണ്ട്, കൂട്ടത്തെ അക്ബറും നല്ല വൃത്തിക്ക് പിടിക്കുന്നുണ്ട്. പക്ഷെ ആര്യൻ ഇതിനകത്തൊക്കെ മിടുക്കനാണ്. ആര്യൻ ഇവരുടെ കൂടെ ഇരിക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അനുമോളുടെ ഇപ്പൊ കുറച്ച് മുന്നേ ഞാൻ കണ്ടു, പാത്രം കഴുകണമല്ലോ, എല്ലാം അവിടെ കുമിഞ്ഞുകൂടി കിടപ്പുണ്ട്. അപ്പൊ പാത്രം ഒന്നും കഴുകാൻ ചേട്ടന്മാരുടെ കൈ അങ്ങോട്ട് പൊങ്ങത്തില്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നൈസായിട്ട് വന്ന അനുമോളെയും നൂറേയും ആദിലയും കൂടെ സോപ്പ് ഇടുന്നുണ്ട് നമ്മുടെ ചേട്ടൻ.
അപ്പം ആര്യൻ ചേട്ടൻ അങ്ങോട്ട് നല്ല രീതിയിൽ സോപ്പ് ഇട്ടിട്ട്, അപ്പം ഇതിന് തൊട്ട് മുമ്പാണ് നമ്മുടെ അനുമോളൊക്കെ ഇവർ ഉച്ചയ്ക്കല്ല കുറേ നേരമായെന്ന് തോന്നുന്നു, ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നുപോയി. അതായത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടാസ്കിനൊക്കെ മുമ്പായിട്ട് നമ്മുടെ അനുമോളും ആതിരയും നൂറയും കൂടെ ഒരു പാത്രത്തിനകത്ത് ചോറിട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഈ നെവിൻ കൈയിട്ട് നോക്കുന്നതിനകത്ത്, അതും അവൻ്റെ ഒരു കയ്യിൽ തുണികളൊക്കെ ഇരിക്കുക, ടോയ്ലറ്റിൽ നിന്ന് കണ്ട് വാഷ്റൂമിൽ നിന്ന് എവിടുന്ന് വന്നിട്ട് ആ കൈയിട്ട് നോക്കുന്ന എത്ര അരി അവർ എടുത്തിട്ടുണ്ടെന്നൊക്കെ. എന്ത് വൃത്തികേടാണ് ഇവൻ കാണിക്കുന്നത്, എന്ത് വൃത്തികേട്. ഇതൊക്കെ നാളെ ലാലേട്ടൻ ചോദിക്കും, എനിക്കറിയത്തില്ല. അത് അവരറിഞ്ഞിട്ട് പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോളൊന്നും അത് കണ്ടിട്ടില്ല. ആര്യനോ അക്ബർ മാത്രം കണ്ടേ അവിടെ നിൽപ്പുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഇവൻ വന്ന് കൈയിട്ടൊക്കെ നോക്കുന്നത് ഭക്ഷണത്തിനകത്ത്. ലിറ്ററലി ലാലേട്ടൻ ഇത് നാളെ ചോദിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അവരറിയണം അനുമോളൊക്കെ ഇവനി ചെയ്യുന്ന വൃത്തികേടൊക്കെ. അവരറിയാതെ ആ ഭക്ഷണം അവരെടുത്ത് കഴിച്ചിട്ടുണ്ട്. അവൻ എവിടെയൊക്കെ കൊണ്ടിട്ട കൈയാന്ന് ദൈവത്തിന് മാത്രം അറിയാം. മനസ്സിലായില്ലേ? ഇതുപോലുള്ള വൃത്തികേടുകളാണ് അവനവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആര്യൻ വന്നിട്ട് നല്ല രീതിയിൽ സോപ്പിടുകയാണ്, മക്കളെ അങ്ങനെയല്ലേ മക്കളെ, ഇങ്ങനെയല്ലേ മക്കളെ, മറ്റേതല്ലേ മക്കളെ. ഉടനെ അതിലേക്ക് പറയുന്നുണ്ട്, നിങ്ങൾ 3 ക്യാപ്റ്റന്മാരും കൂടെ വന്ന് പറ, അക്ബറൊക്കെ വന്ന് ഞങ്ങളോട് പറയട്ടെ, ഇല്ലെങ്കിൽ ക്യാപ്റ്റനിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തൻ, 3 പേരുണ്ടല്ലോ, കിച്ചൺ ടീമും മറ്റേ മെയിൻ ക്യാപ്റ്റനും ഒക്കെ ആയിട്ട് 3 എണ്ണം ഉണ്ടല്ലോ, അക്ബർ, ആര്യൻ, നെവിൻ. അപ്പൊ ഇതിന് ഒരാൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണം. അപ്പൊ ആര്യൻ വരാന്ന് പറയുമ്പോഴത്തേക്ക് സമ്മതിക്കുന്നില്ല, നെവിനോ അക്ബറോ വേണോ എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യമേ. പക്ഷെ അവർ വരത്തില്ല എന്ന് പറയുന്നുണ്ട്, ആര്യനും പറയുന്നുണ്ട് നടക്കത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല എന്തിനാണ് അനുമോളും ആദിലയും കൂടെയും കിച്ചണിൽ കയറിയെന്ന്. സത്യം പറഞ്ഞാൽ കയറണ്ടായിരുന്നു. കാരണം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെള്ളിയാഴ്ച, വ്യാഴാഴ്ചത്തെ ആണല്ലോ നമ്മൾ ഇന്നലെ കാണുന്നത്. ഇന്നലെ വരെ ഉള്ളൂ ഈ ക്യാപ്റ്റന്മാരുടെ അധികാരം. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ചയൊക്കെ ഇന്നിപ്പോൾ ഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കിട്ടും, നാളെയൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താണെങ്കിലും ഇപ്പം ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു അവന്മാർക്ക്. ഇവർക്ക് വേണ്ട, ഇവർ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്, ഇവർക്ക് ആവശ്യമുള്ള പാത്രം കഴുകി എടുത്ത് ഇവരങ്ങ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. കാരണം തീരെ പാത്രം കഴുകാൻ വയ്യാത്ത ചേട്ടന്മാർ തിന്നണ്ട, ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇല്ലെങ്കിൽ അവന്മാർ തന്നെ കഴുകി അങ്ങോട്ട് ഉണ്ടാക്കി തിന്നട്ടെന്നേ, അല്ലേ? അതെ. പിന്നെ അനീഷേട്ടനും സാബുമാനും അവർ പാത്രം ഇടയ്ക്ക് ആര്യൻ സാബുമാനെ കൊണ്ടല്ല അനീഷേട്ടനെ കൊണ്ട് പാത്രം കഴിക്കുന്നുണ്ട്. അവൻ്റെ കൈ പാത്രം കഴുകി അങ്ങ് പോകും മൊത്തത്തിൽ, മനസ്സിലായില്ലേ? സ്ക്രബൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചൊറിച്ചിൽ വരും അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നിട്ട് അവൻ്റെ വീരവാദം, അയ്യോ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ അനീഷേട്ടനെ പിടിച്ചെടുത്തിട്ട് ഷാനവാസിൻ്റെ കേസിലുള്ള വെളുപ്പീര്. ആര്യൻ പുറത്തിറങ്ങുമ്പോഴെങ്കിലും മനസ്സിലാക്കണം, ജനങ്ങൾ പണ്ടന്മാരല്ല. ഇവന്മാർ കാണിക്കുന്നത് എല്ലാം പുറത്തിരുന്ന ആളുകൾ കാണുന്നുണ്ട്. അത് ഇവന്മാർ എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അക്ബറിന്റെ വിലയും കൂടെ ഈ 2 എണ്ണം കൂടെ കളയും കൂടി. അതോടെ പ്രത്യേകിച്ച് നെവിൻ. അപ്പൊ എന്താണെങ്കിലും പുറകെ നടന്ന് ഇങ്ങനെ ലാസ്റ്റ് അവരെ കൊണ്ട് പാത്രം കഴിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇവന്മാർ പുറത്ത് നമ്മുടെ അക്ബറും ആര്യനും നെവിനും കൂടെ നമ്മുടെ സ്മോക്കിംഗ് ആ ഒരു ഏരിയയിൽ നിൽക്കുമ്പോഴത്തേക്ക് ആര്യൻ പറയുന്നുണ്ട്, അവളുമാർ കഴുകട്ടെ, അവളുമാർ കഴുകി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവളുമാരെ ഒന്ന് ചൊറിയാൻ എന്നുള്ള രീതി അവൻ പുറത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവൻ തന്നെ ഇവന് പണി മേടിച്ചു വെക്കുക. കാരണം നെവിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല, എപ്പോൾ വേണമെങ്കിലും പോകും. നെവിൻ പുറത്തു പോയാൽ പിന്നെ ആകെ അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്ന ഈ പെൺപിള്ളേർക്കാണ്. അല്ലാതെ അക്ബർ കാക്കായ്ക്കും ആര്യനും വലിയ പിടുത്തമൊന്നുമില്ല. ഇതൊന്നും ഓർക്കാതെയാണ് ഇന്നലെ അക്ബർ കാക്ക ഒരു ഡയലോഗ് അടിച്ച അനുമോളുടെ അടുക്കലൊക്കെ. അതായത് ഞാൻ എൻ്റെ കൈവച്ചുണ്ടാക്കുന്ന ദോശയാണ് നീയൊക്കെ തിന്നുന്നത്. അപ്പൊ അനുമോളൊക്കെ പറയുന്നുണ്ട്, താൻ കൈവച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇത് ബിഗ് ബോസ് എല്ലാവർക്കും കൊണ്ടേ തരുന്നതാ, അതൊക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ എൻ്റെ കൈവച്ചുണ്ടാക്കിയതാ നീയൊക്കെ തിന്നുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. നാളെ അനുമോളൊക്കെ കുക്ക് ചെയ്യുമ്പോഴും ഈ വർത്താനം അടിക്കാം. അപ്പൊ അക്ബർ കാക്ക മിണ്ടാതിരുന്ന് കയറ്റേണ്ട വരും. അത് അക്ബർ കാക്ക മറന്നുപോയി. കാരണം നെവിൻ ഉണ്ടാവും എന്നും അവനുണ്ടാക്കി തരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നെവിൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ നെവിൻ്റെ കാട്ടായങ്ങൾ ഇന്നിപ്പോൾ കണ്ടു, കുറച്ച് മുമ്പ് അവിടെ കിടന്ന് ഉറങ്ങുക. കഴിഞ്ഞ ദിവസം അനുമോൾ കിടന്ന് ഉറങ്ങിയതിനാണ് അവൻ വെള്ളം തളിച്ചതും ആ കട്ടിലെ കൊണ്ടുവന്ന് വെള്ളം എല്ലാം കൂടെ വാരി കോരി ഒഴിച്ചതും. ആ വന്തേ കുറച്ച് മുന്നേ കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് പട്ടി കുറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ എന്തും ചെയ്യാം, അവൻ എന്തും പറയാം. കാരണം ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. ബിഗ് ബോസ് അവൻ്റെ വേറെ വല്ലൊരു ആയിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും അവന് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നത്. അതിന് കൂട്ട് നിൽക്കാൻ ആര്യനും അക്ബറും. അവന് കൂട്ടുനിന്ന് മാത്രം ചീത്തപ്പേര് കേൾക്കുന്ന 2 പേരായിട്ട് മിക്കവാറും ഈ ആഴ്ച കഴിയുമ്പോൾ അക്ബറും ആര്യനും മാറും. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും പോകുന്നത്. എന്തായാലും 100 പോകരുത് എന്നെനിക്കൊരു, കാരണം ഇത്രയും ദിവസങ്ങളിൽ ടിക്കറ്റ് ഫിനാലെ തുടങ്ങിയതിന് ശേഷം അവൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഉണ്ട് ഓരോ ടാസ്കിലും. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല, അത് നമ്മൾ കാണാതെ പോകരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി എന്തായാലും ഇപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇന്നിപ്പോൾ എത്തിയപ്പോഴത്തേക്ക് ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ 4-5 പോയിന്റ് ഞാൻ തോന്നുന്നു മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ, അതോ അതിൽ കൂടുതലുണ്ടോ? 100 എന്തായാലും മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. സെക്കൻഡും ആര്യനുണ്ടോ? ഇല്ല, ആര്യനൊക്കെ പിന്നെയും താഴത്തേക്ക് പോയതാണ്. കാരണം ലാസ്റ്റ് നടന്ന ആ ടാസ്കിൽ ആര്യൻ പെട്ടെന്ന് തന്നെ ഔട്ടാവേണ്ട വന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഔട്ടായതല്ല, മറ്റേ ടൈം എടുത്തു അവൻ ആ ഒരു എന്താണ് നമ്മുടെ
മറ്റേ സാധനം ഇങ്ങനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന മറ്റേ ആ റോപ്പിൽ കൂടെ അല്ലല്ലോ മറ്റേ എന്തോ അതിൻ്റെ പേര്, അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തായിരുന്നു അതിൻ്റെ പേര്, നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മറ്റേ അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, മറ്റേ പിള്ളേരിങ്ങനെ കളിക്കുന്ന അപ്പുറം ഇപ്പുറം ഇരുന്ന് ഇങ്ങനെ പൊങ്ങുകയും താങ്ങുകയും ചെയ്യുന്ന ആ സാധനത്തെ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന ആ ഒരു ടാസ്കിൽ ആരും കുറേ സമയം എടുത്തു. അതിൽ ആര്യന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. കിട്ടട്ടെ. സീസോ ഞാൻ പേര് മറന്നുപോയി. അപ്പം സീസോയിലൂടെയുള്ള ആ ഒരു ടാസ്കിലൊക്കെ ഗംഭീരമായിട്ട് നൂറ കളിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ട് ടാസ്ക് കളിക്കുന്നവരും കൂടെ അവിടെ നിൽക്കണമെന്നേ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നൂറയൊക്കെ അവിടെ നിൽക്കേണ്ട, ഷി ഡിസേർവ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയും പ്രിയപ്പെട്ടവരായിട്ടുള്ള നിങ്ങൾക്കാണ് തോന്നേണ്ടത്. അത് ഇന്നിനും തോന്നിയിട്ട് കാര്യമില്ല. ഇന്നലെ മിനിയാന്നൊക്കെ തോന്നിയായിരുന്നെങ്കിൽ വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൊച്ചു നിൽക്കുമായിരിക്കും. പിന്നെ ആര്യനെയൊക്കെ നല്ല രീതിയിൽ പൊട്ടിക്കാനും പറ്റുന്നുണ്ട്. പൊട്ടിക്കുക ഇൻ ദ സെൻസ് നാക്കുകൊണ്ട് അടിച്ചിരുത്താനും നൂറയ്ക്കറിയാം, നൂറയ്ക്ക് പറ്റുന്നുണ്ട്. അതിലേക്കൂട്ടല്ല, അതിലേക്ക് ചില സമയത്തേക്കേ പറ്റുന്നുള്ളൂ. പക്ഷെ നൂറ ഷീ ഈസ് ഫൈൻ ഫോർ ദാറ്റ്. അറിയാം നൂറയുടെ പരിപാടി, നൂറ അടുക്കൽ നമ്മുടെ ആരിൻ്റെ പണിയൊന്നും നടക്കത്തില്ല. അതാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് കുറേ നേരം നോക്കി മാനിപ്പുലേറ്റ് ചെയ്താൽ ഒന്ന് കയറ്റാൻ കിച്ചണിൽ. നൂറ പറഞ്ഞു കയറത്തില്ല, ഒറ്റക്കാലം നൂറ നിന്നു, പറ്റത്തില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല അനുമോളും അതിലേക്ക് എന്തിനാണ് അകത്തേക്ക് കയറിയെന്ന്. അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. അവിടെ എന്നിട്ട് അനുമോള് പറയുന്നുണ്ട്, നമ്മൾ ഇത്രയൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, അവന്മാരുണ്ടാക്കിയത് നമ്മൾ തന്നെ കഴുകുന്നത് എന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്തിനു പിന്നെ കയറേണ്ട കാര്യമില്ലായിരുന്നു. കയറി ചെയ്തിട്ട് പിന്നെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും ബാക്ക് ഫെയർ ചെയ്യും അനുമോൾക്കൊക്കെ. കയറാതിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഇതിനെ നമുക്ക് വേറെ രീതിയിലും കാണാം. കാരണം അവന്മാരൊക്കെ ഇത്രയും ചെയ്തിട്ടും കയറി ചെയ്ത് കൊടുത്തല്ലോ, ആ ഒരു രീതിയിലും വേണമെങ്കിൽ എടുക്കാം. പക്ഷെ എന്താണെങ്കിലും ചെയ്ത് കൊടുക്കരുതായിരുന്നു അവന്മാർക്ക്. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, അവന്മാരത് ഡിസേർവ് ചെയ്യുന്നില്ല. അവന്മാർ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കണം. കാരണം അവന്മാർക്ക് എന്താ പറ്റാത്ത, അവന്മാരുടെ കയ്യിൽ എന്താ വേറെ വല്ലതും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ? പാത്രം എടുത്തങ്ങോട്ട് ഉരച്ച് കഴുകാൻ പറ്റത്തില്ലേ? എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക. എന്താണെങ്കിലും ഷാനവാസ് ആ വ്യക്തിയൊക്കെ നല്ല രീതിയിൽ ഇരുന്ന് ദൂഷിക്കുന്നുണ്ട്. നെവിൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പുറത്തിരുന്നിട്ട് നമ്മുടെ അക്ബർ കാക്ക ഷാനവാസിൻ്റെ ഇഷ്യൂ നമ്മുടെ അനുമോളും നൂറെ ആദിലയൊക്കെ അത് ഉപയോഗിക്കുകയാണ്, അവർ മുതലെടുക്കുകയാണെന്ന് ഇവന്മാർ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ? എനിക്ക് അങ്ങനെ ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നലെ ഷാനവാസ വീണ സമയത്ത് പുള്ളിയെ കൂടുതലായിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്നതിന്, ടേക്ക് ഓവർ ചെയ്യുന്നതിന് പകരം ഇവന്മാരോട് വഴക്കടിക്കുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു. ഞാൻ ഓൾറെഡി ഇന്നലെയും പറഞ്ഞതാണ്. എല്ലാം കഴിഞ്ഞ് പുള്ളിയെ സേഫ് ആക്കിയതിന് ശേഷം ഇവന്മാർക്ക് ഇട്ട് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇവന്മാരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അവർ മുതലെടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നലെയും ഇന്ന് ഉച്ചയ്ക്കും അനുമോൾ ഇന്ന് ടാസ്ക് ലെറ്റർ വായിക്കാൻ അകത്ത് കയറിയപ്പോഴൊക്കെ ഷാനവാസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അതൊരു നാടകമായിട്ടോ അവർ മുതലെടുക്കുന്നതായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇവന്മാരോടുള്ള ദേഷ്യമായിരിക്കാം അത് ചിലപ്പോൾ അവിടെ കാണിക്കുന്നത്. പുള്ളി എവിടെ, ഇവന്മാർ കാരണമാണല്ലോ പോയതെന്നുള്ളൊരു സാധനം ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നതായിരിക്കാം. എനിക്കും ഇവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ്, ഇവന്മാർ 3 പേരും, നെവിനാണ് പാലൊക്കെ വലിച്ചെറിഞ്ഞെങ്കിലും ഇവന്മാർ 3 പേരും കാരണം തന്നെ. കാരണം അവന്മാരുടെ ഒരു ഹിറ്റ്ലർ ഭരണം, ബാക്കിയുള്ളവർക്ക് ഭക്ഷണമില്ലാതെ എത്ര പേര് കണ്ടു എന്നറിയത്തില്ല. ബ്രെഡും പാലും ഒക്കെ ഇവന്മാർക്ക് വിശക്കുമ്പോൾ ഇവന്മാർ തിന്നുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് ഭക്ഷണവും ഇല്ലാതെ. ഷാനവാസിനൊക്കെ വയ്യാത്തൊരു മനുഷ്യനാണ്, പുള്ളിക്ക് കറക്റ്റായിട്ട് ഫുഡും കിട്ടാതെ. അതിന് പകരം ആ പെമ്പിള്ളാരായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു മൂലയ്ക്ക് നമ്മുടെ അക്ബറും നെവിനും ഒക്കെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് വരും. അപ്പോൾ അടുത്ത ടാസ്ക് വരട്ടെ, എന്താണ് ടാസ്ക് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ കാണും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ മറ്റേ ഹൈപ്പ് വീഡിയോ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.